എഞ്ചിനീയറിംഗ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹൈവേ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം നമുക്ക് ഹൈവേനെ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് പഠിച്ചാലോ. അപ്പം ഹൈവേ അല്ലേ, ഹൈവേ എഞ്ചിനീയറിംഗ് ആണ് കേരള PSC ലെവൽ എക്സാംസിനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മളെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ആവാം. ഫസ്റ്റ് വരുന്നത് ഹിസ്റ്ററി ഓഫ് ഹൈവേ ആണ്. അതിൽ റോമൻ റോഡ്സിന് നമുക്ക് നോക്കാം. അതാണ് പിക്ചർ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. റോമൻ റോഡ്സ് അല്ലേ, റോമൻ റോഡ്സിൻ്റെ ഒരു ഇമേജും കാണിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ വരച്ചിട്ടില്ലേ ഇതില്ലേ, അത് വെച്ചിട്ട് നമുക്ക് പറയാം. എന്നിട്ട് നിങ്ങൾ പിക്ചറുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു റോമൻ റോഡ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ റോഡ്സിൻ്റെത് നമ്മൾ പൈനിയേഴ്സ് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയും. റോമൻ റോഡ്സ് എന്ന് എഴുതാം. റോമൻ റോഡ്സ് ആണ് പൈനിയേഴ്സ് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ. പൈനിയേഴ്സ് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ. ഇത് അതുപോലെ തന്നെ നമ്മൾ ആപ്പിയൻ വേ എന്നും ഇതിനെ പറയും അല്ലേ. ആപ്പിയൻ വേ, ആ രണ്ട് നോട്ടും ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെപ്ത് ആണ്. ടോട്ടൽ ഡെപ്ത് ഓഫ് സെക്ഷൻ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ടോട്ടൽ ഡെപ്ത് വരുന്നത് 750 mm to 1200 mm ആണ് വരുന്നത്. അപ്പം ആ ഒരു പോയിന്റും കൂടെ നോട്ട് ചെയ്താൽ ടോട്ടൽ ഡെപ്ത് വരുന്നത് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750 mm to 1200 mm ആണ്. ഈ ഒരു ഡെപ്ത് വരുന്നതിനെ കൊണ്ട് തന്നെ ഈ ഒരു റോഡിന് ഉണ്ടായിട്ടുള്ള ഡീമെറിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ. ഇത്രയും ഡെപ്ത് വരുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ അല്ലേ, കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു റോഡിന് വരുന്ന ഡീമെറിറ്റ് ആണ് ഇവിടെ നോ ഡ്രെയിനേജ്. ഡ്രെയിനേജ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളതും ഒരു ഡീമെറിറ്റ് ആയിട്ട് തന്നെ വരുന്നതാണ്. അപ്പൊ ഡീമെറിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഡ്യൂ ടു ഹൈ ഡെപ്ത്, വെരി കോസ്റ്റ്ലി അല്ലേ, വെരി കോസ്റ്റ്ലി ആണ് കൺസ്ട്രക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ വേറൊരു ഡീമെറിറ്റ് ആണ് നോ ഡ്രെയിനേജ് എന്നുള്ളത് അല്ലേ. നോ ഡ്രെയിനേജ് എന്നുള്ളതും വേറൊരു ഡീമെറിറ്റ് ആണ്. പിന്നെ അതിൻ്റെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം നമ്മളൊരു എക്സ്കവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കർബ് സ്റ്റോൺ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ലെയറിലായിട്ട് നമ്മൾ ബ്രോക്കൺ സ്റ്റോൺസും പിന്നെ ലാർജ് ഫൗണ്ടേഷൻ വെച്ചിട്ട് ബ്രോക്കൺ സ്റ്റോൺസും പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ലൈം കോൺക്രീറ്റിൻ്റെ ലെയറും ലാർജ് സ്റ്റോൺ ബ്ലോക്കും ആണ് വെക്കുന്നത്. ഇനി നിങ്ങൾ ആ ഒരു പിക്ചറുമായിട്ടൊന്ന് കമ്പയർ ചെയ്തോളാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു സെക്ഷൻ വരുന്നത്. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.